സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥിച്ചും ചിന്തിച്ചും ചെയ്യുന്ന ഒരു പാഠഭേദമാണ്. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യമെടുക്കുന്നതിന് കാരണം ഈ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, വളരെ ചിന്തിച്ച് ഇത് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ പാഠഭേദത്തിലെ വാക്കുകൾ ഒക്കെ പറയുന്നത്. കാരണം ഇതിനകത്ത് പരാമർശിക്കുന്ന വിഷയത്തെക്കുറിച്ച് അധികം പുറത്ത് സംസാരിക്കരുത് എന്ന ഒരു അഭിപ്രായം എനിക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എൻ്റെ വാക്കുകൾ ഞാൻ നിജപ്പെടുത്തി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽസ് ഈ പാഠഭേദത്തിൽ പറയില്ല. പറയാൻ കഴിയുന്ന കാര്യം മാത്രം പറയാം. ഇന്ന് എൻ്റെ വാട്സപ്പിലേക്ക് കുറേ മെസ്സേജസ് വന്നു. പലരാണ് മെസ്സേജ് ഇട്ടത്. അതായത് പെന്തക്കോസ്തുകാർ, ദൈവമക്കൾ, അവരെയൊക്കെ ബന്ധിക്കുവാൻ മന്ത്രവാദങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് നാം മിണ്ടാതിരുന്നാൽ, എസ്തറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്യമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉള്ള മെസ്സേജസാണ് പൊതുവിൽ എനിക്ക് കിട്ടുവാൻ ഇടയായി തീർന്നത്. ആത്മാവിൽ ആരാധിക്കുന്ന സഭകളെയൊക്കെ ബന്ധിക്കാനാണ് അങ്ങനെയുള്ള പ്രവർത്തികൾ നടക്കുന്നത് എന്ന് ആയിരുന്നു ഈ പറഞ്ഞ വാട്സപ്പ് മെസ്സേജുകളുടെയൊക്കെ ഒരു രത്ന ചുരുക്കം. ഈ മെസ്സേജുകൾ എനിക്ക് ഇട്ടു തന്ന ആളുകളോട് ഞാൻ മറുപടിയായിട്ട് മെസ്സേജസ് ഇട്ടു. ഇങ്ങനെയുള്ള മെസ്സേജുകൾ ദയവായിട്ട് പ്രചരിപ്പിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. ഇത് ഒരു തരത്തിലുള്ള ഭയം പ്രചരിപ്പിക്കൽ മാത്രമാണ്. ഈ പൈശാചിക സാമ്രാജ്യത്തിൻ്റെ ആഗ്രഹവും നമ്മൾ ഭയത്തിൻ്റെ കീഴിൽ ഇരിക്കണമെന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പലർക്കും മറുപടി ഇട്ടു. ഞാൻ ഈ പറഞ്ഞ വാട്സപ്പ് മെസ്സേജുകളുടെയൊക്കെ ഒത്തിരി ഡീറ്റെയിൽ പറയാത്തതും അതുകൊണ്ട് തന്നെയാണ്. അധികം ഡീറ്റെയിൽ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ഞാൻ തന്നെ നശിപ്പിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടെ. അതുകൊണ്ട് എനിക്കറിയാം, ഈ പാഠഭേദം കേൾക്കുന്ന പലരും ഇതിനോടകം തന്നെ വാട്സപ്പിൽ അത്തരം മെസ്സേജുകൾ കണ്ടവരാണ്. നിങ്ങൾക്കറിയാം ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റിൽ ഇന്ന കാര്യമല്ലയോ പാസ്റ്റർ പറയുന്നത് എന്നൊന്നും നിങ്ങൾ പരാമർശിക്കരുത്. കാരണം ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്തരം മെസ്സേജുകൾ അധികം പബ്ലിസിറ്റി കൊടുക്കരുത് എന്ന ആഗ്രഹത്തോട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഇതിന് ഡെഡ്ലി ഓപ്പോസിറ്റായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ, പ്രേക്ഷകരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ മന്ത്രവാദം ചെയ്താൽ തകർന്നു പോകുന്നതാണോ നമ്മുടെ വിശ്വാസവും ആത്മീയ ബലവും എന്ന് പറയുന്നത്? ഈ പാസ്റ്റേഴ്സിനെതിരെ, വിശ്വാസികൾക്കെതിരെ, സഭകൾക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. കേവലം ഇന്ത്യയിൽ തന്നെയല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, മറ്റ് ഈ പറഞ്ഞ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോലും ഈ പറഞ്ഞ സാത്താന്യ സേവക്കാർ ദൈവസഭകളെ നശിപ്പിക്കുവാൻ വേണ്ടി അവരുടെ സ്പെൽസ്, അവരുടെ കേഴ്സസ് അയക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ എപ്പോഴും വരാറുണ്ട്. ഈ വാർത്തകൾ ഇന്ത്യയിൽ ഒത്തിരി പ്രചരിച്ചിട്ടുണ്ട്. അതായത് ദൈവദാസന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടി മന്ത്രവാദം ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ ഒത്തിരി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പാസ്റ്റർ പറയുന്നത്? ഒരിക്കലുമല്ല കേട്ടോ. അങ്ങനെയുള്ള മന്ത്രവാദ ക്രിയകളും പ്രവർത്തികളുമൊക്കെ സഭയുടെ സ്ഥാപനം മുതൽ തന്നെ സഭയ്ക്കെതിരെ നടന്നിട്ടുണ്ട്. സഭയെ തകർക്കുവാൻ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇത്തരം പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. കാരണം ഇത് ആത്മീക വിഷയങ്ങളായതുകൊണ്ട് എതിർക്കുന്നവർ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണല്ലോ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രവാദവും ആവിചാരക്രിയയും ഒക്കെ അവരുടെ കയ്യിലുള്ള ആയുധമാണെന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ട് അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ അതിനോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും വാർത്തകൾ കാണുമ്പോൾ, ഇതാ ലോകാവസാനം സംഭവിച്ചിരിക്കുന്നു, നമ്മളെല്ലാം തകരാൻ പോവുകയാണ്, എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞതുപോലെ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും എന്നൊക്കെ പറയുന്ന വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചതുകൊണ്ട് ഇത് ഏതാണ്ട് വലിയൊരു സംഭവം നടക്കുന്നു, നമ്മളിപ്പോൾ ഉണർന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ എല്ലാം തകരാൻ പോകുന്നു എന്ന വിധത്തിൽ ഉള്ള ഒരു ഭയത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഇത്തരം നമ്മുടെ വാട്സപ്പ് സന്ദേശങ്ങൾ വഴി നമ്മൾ പ്രചരിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള ഭയമാണ്. അത് പിശാചിന് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം തെളിവ് സഹിതം പറയാം എങ്ങനെയാണ് പിശാച് ഭയത്തെ ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയാം. ഞാൻ ആദ്യമേ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. നമ്മൾ ആത്മാവിൽ ശക്തിയുള്ളവരാണെങ്കിൽ, നമ്മൾ ബലപ്പെട്ടവരാണെങ്കിൽ, എവിടെയെങ്കിലും ആരെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ക്രിയകൾ ചെയ്താൽ, അത് എത്ര പവർഫുള്ളായിട്ടുള്ള മന്ത്രവാദ ക്രിയയാണെങ്കിലും
അതിൻ്റെ ഒന്നും ഒരു എഫക്റ്റും ഒരു ദൈവവൈതലിനും ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സ്പിരിച്വലി വളരെ വീക്കാണ്, ഇതിനെയൊന്നും താങ്ങാനുള്ള ശേഷി നമുക്കില്ലെന്നുള്ളതാണ് സത്യം. ആത്മാവിൽ ബലപ്പെട്ടിരിക്കുന്ന സഭയ്ക്കോ ദൈവമക്കൾക്കോ ഇതിനെയൊന്നും ഭയപ്പെടേണ്ട. അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പല സഭകളും ആത്മാവിൽ ബലപ്പെട്ടിട്ടില്ല. ഈ പറഞ്ഞ ശാരീരിക മണ്ഡലത്തിൽ, ഫ്ലഷിൽ അല്ലെങ്കിൽ ജഡത്തിൽ പ്രവർത്തിച്ച് ജഡത്തിലെ പ്രവൃത്തികൾ നമുക്കറിയാമല്ലോ. നമ്മുടെ ഇന്ന് സഭകളിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്സും കളിച്ച് ആത്മാവിൽ വീക്കായി നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള ക്രിയകളെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാതെ ആത്മാവിൽ ബലപ്പെട്ട ഒരു ദൈവത്തിനും ഒരു ദൈവസഭയ്ക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഭയമുണ്ട്. ആ ഭയം എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ ചെറിയ ഒരു ജീവിതാനുഭവത്തിലൂടെ, ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് ഞാൻ പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് നന്നായിട്ട് മനസ്സിലാകും. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് അത്രയും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വലിയ ഒരു അമ്പലമുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ വന്ന് അവരുടെ ആരാധനകളൊക്കെ നടത്തുന്ന ഒരു അമ്പലമാണ്. ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ അമ്പലമുള്ളത്. അപ്പോൾ ഈ ചിലപ്പോഴൊക്കെ കേരളത്തിൽ നിന്നുള്ള ദൈവമക്കൾ, ദൈവദാസന്മാരൊക്കെ എൻ്റെ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ ഈ അമ്പലം കണ്ടിട്ട് എന്നോട് വന്നിട്ട് പറയും, പാസ്റ്ററെ, ഇങ്ങനൊരു സ്ഥലത്ത് പാസ്റ്റർ എങ്ങനെയാണ് താമസിക്കുന്നത്? കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ആളുകളുടെ സൈക്കോളജി അനുസരിച്ച് അത് നമുക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണെന്നുള്ള ഒരു സൈക്കോളജി ഉണ്ട്. അപ്പോൾ എന്നോട് വന്നിട്ട് പറയും, യോ പാസ്റ്ററെ, ഇങ്ങനൊരു സ്ഥലത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയില്ല. എൻ്റെ വീടിൻ്റെ അതിരുകൾ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ വേർതിരിച്ച് ഞാനതിനകത്ത് താമസിക്കുമ്പോൾ എൻ്റെ വീട് എൻ്റെ ഒരു ടെറിട്ടറിയാണ്, എൻ്റെ ഒരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിനകത്ത് എൻ്റെ ഇഷ്ടമില്ലാത്ത, എനിക്ക് ആത്മീകമായി ഗുണമില്ലാത്ത ഒന്നും പ്രവേശിക്കുവാൻ കഴിയില്ല എന്നൊരു വിശ്വാസവും ധൈര്യവും എനിക്കുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ആൾക്കാർ എല്ലാവരും അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. കാരണം അവർ ജീവിക്കുന്നിടത്തൊക്കെ തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളുണ്ടാകും. അതിൻ്റെ നടുക്കായിരിക്കാം അവർ ആരാധിക്കുന്നത്, അവർ താമസിക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ ആരാധിച്ച ചില ആരാധന സ്ഥലങ്ങൾ, ഞാൻ ആരാധിച്ചിട്ടുള്ള ചില ചർച്ചുകൾ, അവർ ആരാധിച്ച സ്ഥലങ്ങൾ ഒക്കെ, പ്രത്യേകിച്ചും എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ട് ബോംബെ വന്നപ്പോൾ ആരാധിച്ചുകൊണ്ടിരുന്ന ചർച്ച് ഒരു നല്ല അമ്പലത്തിൻ്റെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാള് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ഇരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാൾ. അതിനൊരു അത്ഭുതമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാള് ഒരു പെന്തക്കോസ്ത് ആരാധനയ്ക്ക് വേണ്ടി സ്ഥലം നൽകി എന്ന് പറയുമ്പോൾ അത് ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റത്തുള്ളൂ. ഒരു 10, 25, 28 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇന്നത് കൊടുക്കുമോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ആ ആരാധന സ്ഥലത്ത് ഞങ്ങൾ സൺഡേ ആരാധനകൾ നടത്തിയത് ഓർക്കുന്നു. അന്ന് ഞാൻ വിശ്വാസിയാണ്. അമ്പലത്തിൻ്റെ അകത്തിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിലാണ് പെന്തക്കോസ്തുകാരുടെ ആരാധന നടക്കുന്നത്. ആ ഹാളിൻ്റെ അകത്തും ഈ പറഞ്ഞതുപോലെയുള്ള രൂപങ്ങളും ബിംബങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നാട്ടിൽ നിന്ന് ഒരു പാസ്റ്റർ വന്നാൽ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് ആരാധിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. കാരണം അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റാണ്. അദ്ദേഹം അതിനെ ഭയക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുമെന്ന് ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഭയം അദ്ദേഹത്തിൻ്റെ അകത്തുണ്ടാകുന്നത്. ആ ഭയത്തെയാണ് പിശാച് മുതലെടുക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരമായി കാണുന്ന കാഴ്ചകളായതുകൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾക്കോ ഒബ്ജക്ട്സിനോ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല എന്ന അറിവും വിശ്വാസവും ഉള്ളതുകൊണ്ട് ഇതിനെയൊന്നും പേടിച്ച് പരിഭ്രമിച്ച് അയ്യോ ദേ ആകാശക്കോടാലി വരുന്നേ എന്നൊന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കി ഒന്നും ഓടേണ്ട കാര്യം വരത്തില്ല. പക്ഷേ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ വലിയൊരു സംഭവം നടക്കുന്നു, നമ്മുടെ അടിസ്ഥാനങ്ങളെല്ലാം തകരാൻ പോവുകയാണെന്ന് ചിന്തിക്കത്തക്കോണം വീക്കായിട്ടുള്ള ഒരു മാനസിക മൈൻഡ്, ഒരു സൈക്കോളജിക്കൽ ലെവലിൽ നമ്മുടെ ആളുകൾ പ്രതികരിക്കുന്നു. ഇത് കണ്ടിട്ട് എനിക്കൊത്തിരി സങ്കടം തോന്നുന്നു. ഞാൻ അവരോട് അഡ്വൈസ് ചെയ്ത് തളർന്നിരിക്കുന്നു. എല്ലാവർക്കും മറുപടി അയച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആർക്കും പ്രാർത്ഥിക്കാമല്ലോ. എപ്പോഴും പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ്റെ അകത്ത് നിൽക്കണമല്ലോ. അങ്ങനെ നിൽക്കേണ്ടത് ആവശ്യമാണല്ലോ. പ്രാർത്ഥനയ്ക്കൊന്നും കുറവ് വരുത്തേണ്ട. പക്ഷേ ഈ വാക്കുകളിൽ ഞാൻ കാണുന്ന ഭയത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഇങ്ങനെയുള്ള വീഡിയോകളോ ഇങ്ങനെയുള്ള വാട്സപ്പ് മെസ്സേജുകളോ സ്പ്രെഡ് ചെയ്യരുത് എന്ന ഒരു സന്ദേശമാണ് എനിക്ക് കൈമാറുവാനുള്ളത്. അങ്ങനെ സ്പ്രെഡ് ചെയ്താൽ, അങ്ങനെ ഭയന്നാൽ, ഞാൻ പറയട്ടെ, ഭയക്കുന്നവരുടെയൊക്കെ വീട്ടിൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ എഫക്റ്റ് ഉണ്ടാകുമെന്നുള്ളത്
ഒരു സത്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. ഭയമാണ് പിശാച് വർക്ക് ചെയ്യുന്ന സബ്സ്ട്രേറ്റം, പിശാച് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്നുള്ളത് മറന്നു പോകല്. നിങ്ങൾ ഭയപ്പെട്ടില്ലെങ്കിൽ പിശാചിന് നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഭയക്കാതെ നിൽക്കുക. അപ്പോൾ ഭയം സ്പ്രെഡ് ചെയ്യരുത്, ഭയക്കരുത് എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മറന്നുപോയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മുടെ സ്പിരിച്വൽ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. സഭ സ്ട്രോങ് അല്ല എന്നുള്ളതിൻ്റെ തെളിവാണത് എന്ന് സങ്കടത്തോടു കൂടെ ഞാൻ പറയുകയാണ്. വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെ ഒരു വലിയ മന്ത്രവാദ ക്രിയ ചെയ്തപ്പോൾ ഇസ്രായേൽ ജനം ആ മന്ത്രവാദത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് പരാജയപ്പെട്ട ഒരു സംഭവം വേദപുസ്തകത്തിലുണ്ട്. അത് പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് വേദപുസ്തക പ്രകാരം ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഭയന്നാൽ ഈ പറഞ്ഞതുപോലെ അയ്യോ ദേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ, നമ്മളെല്ലാം കൂടെ ഉണർന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പേടിയോടുകൂടെ മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഉള്ള ആ ഭയം ഉണ്ടാക്കാൻ പോകുന്ന അപകടമാണ് ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ എലീശ പ്രവാചകൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവം നമുക്കറിയാം. ഇസ്രായേൽ രാജാവ്, യഹൂദ രാജാവ്, ഏതോ രാജാവും കൂടെ ചേർന്നിട്ട് മോവാബിനോട് യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോയപ്പോഴുള്ള സംഭവങ്ങൾ അറിയാം. വെള്ളം കിട്ടാതെ എലീശ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുന്നു. താഴ്വരയിൽ കുഴികൾ കുടിക്കുവാൻ എലീശ പറയുന്നു. അങ്ങനെ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, താഴ്വരയിലെ കുഴികൾ നിറയുമെന്നുള്ള വാഗ്ദത്വവും ദൂതുമൊക്കെ എലീശ ആ വന്ന രാജാക്കന്മാരോട് പറയുന്നു. ഇത് പോരെന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട്, ഈ വെള്ളം കൊടുത്തത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് 18-ാമത്തെ വാക്യം 2 രാജ 3:18 അവൻ മോവാബിയരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളെയും ശ്രേഷ്ഠ നഗരങ്ങളെയും ജയിച്ചെടുക്കുകയും നല്ല വൃക്ഷങ്ങളെയെല്ലാം മുറിക്കുകയും നീരോടുകളെ അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ല് വാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യുമെന്ന് എലീശ പ്രവാചകൻ ദൂത് കൊടുത്തു. എന്താ ദൂത് കൊടുത്തേക്കുന്നത്? മോവാബിനെ പിടിക്കും, അവരുടെ പട്ടണങ്ങൾ തകർക്കും, എല്ലാം പിടിച്ചെടുക്കും എന്നുള്ള ദൂതാണ് കൊടുത്തത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ ദൂത് നടന്നില്ല. എലീശ പ്രവാചകൻ പറഞ്ഞ ദൂത് പിഴച്ചുപോയോ? പിഴയ്ക്കാൻ കാരണം എന്താണ്? പിഴയ്ക്കാൻ കാരണമെന്ത് മനസ്സിലാക്കണമെങ്കിൽ താഴോട്ട് ഒന്ന് വായിച്ചു നോക്കണം. ഈ രാജാക്കന്മാരെല്ലാം കൂടെ അടുത്ത ദിവസം യുദ്ധത്തിന് പോയി. നമുക്കറിയാമല്ലോ, താഴ്വരയിലൂടെ വെള്ളം വന്നു, കുഴികളെല്ലാം നിറഞ്ഞു, വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഈ വെള്ളം കണ്ടപ്പോൾ, സൂര്യൻ്റെ പ്രകാശം അതിന്മേൽ അടിക്കുന്നത് കണ്ടപ്പോൾ അത് രക്തത്തിൻ്റെ കളറായിട്ട് തോന്നിയത് കൊണ്ട് ഈ പറഞ്ഞ ശത്രു രാജ്യങ്ങളുടെ ആളുകൾക്ക് തോന്നിയത് ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏതോ രാജാവും അവരുടെ സൈന്യങ്ങൾ തമ്മിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊന്നു, അവരുടെ രക്തമാണ് ഒഴുകി വരുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ട് ഈ മോവാബിയരും മറ്റും അവരുടെ പതിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നമുക്ക് കൊള്ളയിടാൻ പോകാം, അവരെല്ലാം തമ്മിൽ തല്ലി നശിച്ചു എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നു. ആ യുദ്ധം വളരെ കഠിനമായി. അവർ മോവാബിയർ പരാജയപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. മോവാബിന് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജ് വന്നപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇപ്പം വരെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോവാബിയർ പരാജയപ്പെടുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായി. പക്ഷേ മോവാബിയർക്ക് ഒട്ടും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു സ്റ്റേജായി. 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഏദോം രാജാവിനെ അണിമുറിച്ച് ആക്രമിക്കേണ്ടതിന് 700 ആയുധപാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു. മോവാബ് രാജാവ് നേരിട്ട് 700 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഈ പറഞ്ഞ ഏദോം രാജാവിനെ തകർക്കാൻ ചെല്ലുക. എങ്കിലും സാധിച്ചില്ല. ഇവിടം വരെ പ്രവാചകൻ പറഞ്ഞ എല്ലാ ദൂതും നടക്കുകയാണ്. പക്ഷേ അടുത്ത വാക്യം, ആകയാൽ അവൻ തൻ്റെ ശേഷം വാഴുവാനുള്ള ആദിജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. അപ്പോൾ ഇസ്രായേല്യരുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അതായത് മോവാബ് രാജാവ് പെട്ടെന്ന് ഒരു നരബലി നടത്തുക. സ്വന്തം മോനെ, അടുത്ത കിരീടാവകാശിയെ പിടിച്ച് മതിലിൻ്റെ മുകളിൽ ബലി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ കാണുന്നു ഇസ്രായേലിൻ്റെ മേൽ കോപം വന്നത്. ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. ആരുടെ കോപമാണ് ഇസ്രായേലിൻ്റെ മേൽ വന്നത്? ദൈവത്തിൻ്റെ കോപമാണോ? ഇതുവരെ പ്രവാചകൻ പറഞ്ഞതെല്ലാം നടന്നു കേട്ടോ. പക്ഷേ ഇവിടം തൊട്ട് ഇസ്രായേൽ പരാജയപ്പെട്ട് പിന്മാറുകയാണ്. ഇസ്രായേലരുടെ മേൽ മഹാകോപം വന്നെന്ന്. ആരുടെ കോപം? ദൈവത്തിൻ്റെ കോപമാണോ? ഈ മോവാബ് രാജാവ് നരബലി കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ഇസ്രായേലരുടെ മേൽ വരുമോ? വരത്തില്ലല്ലോ. പ്രവാചകൻ്റെ ദൂതുണ്ട്, ജയിക്കേണ്ടതാണ്, മോവാബിനെ പരാജയപ്പെടുത്തേണ്ടതാണ്, പട്ടണം പിടിച്ചെടുക്കേണ്ടതാണ്, പ്രവാചകൻ്റെ ദൂതെല്ലാം നടക്കേണ്ടതാണ്. പക്ഷെ നേരെ തിരിച്ചാ അടുത്ത സ്റ്റെപ്പിൽ സംഭവിച്ചത്. ഇസ്രായേലിയരുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട്, അതായത് ഇസ്രായേലിയർ ഈ പറഞ്ഞ 3 രാജാക്കന്മാരുടെ കൊയലേഷൻ മോവാബിനെ വിട്ട് സ്വദേശത്തേക്ക് പോകേണ്ടി വന്നു. ആരുടെ കോപമാണ് ജ്വലിച്ചത്? ഇവിടെ ഈ വരികൾക്കിടയിൽ വായിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മോവാബ് രാജാവ് തൻ്റെ കിരീടാവകാശിയായ മകനെ ബലി കഴിക്കുന്നത് കണ്ടപ്പോൾ മോവാബിയരെല്ലാവരും ശക്തമായിട്ട് ഉണർന്നു. അവർക്ക് മഹാകോപമുണ്ടായി. അവർ ഇസ്രായേലിന് നേരെ പാഞ്ഞെടുത്തു. ശേഷിക്കുന്ന മോവാബിയർ പാഞ്ഞെടുത്തു. കാരണം അത്ര വലിയൊരു കാഴ്ചയാണ് അവർ
കാണുന്നത്. പക്ഷേ അങ്ങനെ പാഞ്ഞെടുക്കുമ്പോഴും ഇസ്രയേലിയർ ഭയന്നോടേണ്ട കാര്യമില്ല. കാരണം അവർക്ക് പ്രവാചകൻ്റെ ദൂതുണ്ട്, ജയം അവരുടെ തന്നെയാണ്. പക്ഷേ ഇവിടെ വേറെ ഒരു പ്രശ്നമുണ്ടായി. ഈ നരബലി നടക്കുന്നത് കണ്ടപ്പോൾ ഇസ്രയേലിയർ ഭയപ്പെട്ടു. അവർ ചിന്തിച്ചു, ഇത്ര വലിയൊരു നരബലിയാണ് നടന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ കേഴ്സ് അവരുടെ മേൽ വരും, ഈ ബലിയുടെ ഈ മന്ത്രവാദത്തിൻ്റെ ശക്തി അവർക്ക് എഫക്റ്റ് ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെട്ടിട്ട് അവർ അവിടെ നിന്ന് പിൻവാങ്ങി. അപ്പോൾ ഏലീശയുടെ ദൂത് പരാജയപ്പെടാൻ കാരണം എന്താ? ഈ ആരെങ്കിലും ചെയ്തൊരു മന്ത്രവാദ ക്രിയ കണ്ടിട്ട് അയ്യോ ദേ വരുന്നേ എന്ന് പറഞ്ഞ് പേടിച്ചോടിയത് കൊണ്ടാണ് ഈ പറഞ്ഞ ഇസ്രായേലിയർ പരാജയപ്പെട്ട് പ്രവാചകൻ പറഞ്ഞ ദൂത് പോലും നടക്കാതെ അവർക്ക് പരാജയം സഹിക്കേണ്ടി വന്നത്. ഈ ആത്മീക സീക്രട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭയപ്പെടുന്ന സ്പിരിച്വൽ ലെവലിലാണ് സാത്താൻ്റെ ഫൗണ്ടേഷൻ പണിയപ്പെടുന്നത്. നിങ്ങൾ പേടിച്ചോ, നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മന്ത്രവാദം മുഴുവൻ നിങ്ങൾ കേൾക്കും. ഭയപ്പെടാതെ കൂസാതെ നിന്നാൽ ഒരു മന്ത്രവാദവും ഒരു വിദ്യകളും ഒരു പ്രയോഗങ്ങളും ഒരു ദൈവവും ഇതിനെ ഏക്കത്തില്ല. ആ ആത്മീക സ്ഥിരതയാണ് ദൈവസഭകൾക്ക് ആവശ്യം. അതില്ല എന്ന് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളും കമൻറ്റുകളും കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഈ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുകൂടെ വ്യക്തമായിട്ട് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നൊരു കമൻട്രി, ഒരു സ്റ്റഡി ബൈബിളിൽ നിന്ന് ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് വായിക്കാം. ഇംഗ്ലീഷിലുള്ള ഭാഗങ്ങളാണ്. ആൻഡ് there was great fury against the Israelite. ഇസ്രായേൽ മക്കൾക്കെതിരെ വലിയ ഒരു കോപം ജ്വലിച്ചു. The great fury could be interpreted as divine wrath or the psychological impact of the king's drastic action on Israelite forces. Some scholars suggest that the Israelites may have perceived this act as invoking a curse or divine intervention against them, leading to their retreat. This phrase highlights the turning point in the battle, where the psychological and spiritual dimensions of warfare in the ancient world come into play. ഈ കമൻട്രിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് ഡിവൈൻ ആയിട്ടുള്ള ഒരു കോപം ഇവർക്ക് നേരെ ഒരു കേഴ്സ് കടന്നു വരുന്നുവെന്ന് ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടു. പഴയകാല യുദ്ധങ്ങളിൽ സൈക്കോളജി വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെന്ത് ചിന്തിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മോവാബ് രാജാവിൻ്റെ ഈ ഒരു ആക്ഷൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു വിശ്വാസം ഉടലെടുക്കുവാൻ കാരണമായി തീർന്നു. ഇങ്ങനൊരു നരബലി നടന്നതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഞങ്ങൾക്കുണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറണം എന്ന് ഭയപ്പെട്ട് ഇവർ പിൻവാങ്ങി എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു കമൻട്രി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇത് ഫിനി പാസ്റ്റർ മാത്രം ഒരു അഭിപ്രായമല്ല, ഇത് അറിവുള്ള ബിബ്ലിക്കൽ സ്കോളേഴ്സ് എഴുതിയിരിക്കുന്ന ഒരു കമൻട്രിയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇങ്ങനെ ഒരു ആക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ, ഒരു നരബലി മോവാബ് രാജാവ് നടത്തുന്നത് കണ്ടപ്പോൾ മോവാബിയരായ ആളുകൾക്ക് ഉത്സാഹം കൂടി. അവർ വലിയ വാശിയോട് ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിയർ ഏലീശ പറഞ്ഞ ദൂത് കേട്ടിട്ട് പിടിച്ചു നിൽക്കണമായിരുന്നു. പക്ഷേ അവരും തമ്മിൽ പറയാൻ പറ്റി, ഇനിയും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, മോവാബ് നരബലി നടത്തിയിരിക്കുന്നു, ഇപ്പോൾ അവരുടെ ശക്തികളെല്ലാം നമുക്ക് എതിരെ വരും. സൈക്കോളജിക്കലി ഇവർ തകർന്നു പോയി. ഭയം അകത്ത് കയറിയിട്ട് ഇവർ പറഞ്ഞു, ഇപ്പം തൽക്കാലം മാറുന്നതാണ് നല്ലത്. അപ്പോൾ പ്രവാചകൻ്റെ ദൂത് പരാജയപ്പെടുവാൻ കാരണം പിശാച് ഇവരുടെ ഹൃദയത്തിൽ ഭയമിട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തൊഴുകയോടുകൂടെ, വളരെ താഴ്മയോടുകൂടെ എന്നെ കേൾക്കുന്ന എല്ലാ വിശ്വാസി സമൂഹത്തോടും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതെന്ന് കാണുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഈ മൊർദെഖായിയുടെ കാലത്തെ, എസ്തേറിൻ്റെ കാലത്ത് ജനത്തെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഉപായം പോലെ എന്തോ വലിയ മഹായുദ്ധം നടക്കാൻ പോകുന്നു എന്നുള്ള വിധത്തിൽ ഭയപ്പെട്ടൊന്നും നിങ്ങൾ പരിഭ്രമിച്ചൊന്നും ഓടേണ്ട കാര്യമില്ല. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളുണ്ടോ, ദൈവം പറഞ്ഞ വാക്കുകളുണ്ടോ, അതേൽ അങ്ങോട്ട് മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് സ്ഥിരമായിട്ട് അങ്ങ് നിന്നാൽ മതി. ഭയന്ന് കഴിഞ്ഞാൽ പിശാച് ആഗ്രഹിച്ച കാര്യം നടക്കും, വിജയിക്കും. അതുകൊണ്ട് ഭയത്തിൻ്റെ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്ന് ഒരു എളിയ ക്രിസ്തീയ സേവകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് അങ്ങ് പറയുന്നു എന്നുള്ളത് മാത്രം. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.